ഹലോ, ഹായ് എല്ലാ മുത്തുമണികൾക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. ഇന്ന് കുറച്ച് ദിവസം സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞായറാഴ്ചകളൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇന്ന് വലിയ നോൺ വെജ് ഐറ്റംസോ അല്ലെങ്കിൽ സ്പെഷ്യലോ ഒന്നല്ല, പക്ഷെ ഒരു നാടൻ ഫുഡ് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു രുചി. ഇന്ന് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പരിപ്പ് കുത്തിക്കാച്ചിയതാട്ടാ ഉച്ചയ്ക്ക് സ്പെഷ്യൽ. ഒരു കോഴിമുട്ട ഓംലേറ്റും ഒരു കൊണ്ടോട്ടമുളകും ഒരു ചമ്മന്തി വേണമെന്നാട്ട ആഗ്രഹം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ റെസിപ്പി ഒന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ട് ഞാനത് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം പരിപ്പ് കുത്തിക്കാച്ചിയതാട്ടോ ഇന്ന് കുറച്ച് സമയം കിട്ടിയോണ്ട് തന്നെ ഇന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാന്നാട്ടോ വിചാരിച്ചത്. അപ്പൊ അമ്മ ഉണ്ടാക്കുമ്പോ പരിപ്പ് കുത്തിക്കാച്ചിയത് ഉണ്ടാക്കുമ്പോ ഒരു ചമ്മന്തിയും ഒരു കോഴിമുട്ട ഓംലേറ്റും കൊണ്ടോട്ടമുളക് ഉണ്ടെങ്കിൽ സൂപ്പർ, പിന്നെ ഉണക്കമീനാണെങ്കിൽ പറയണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ഫുഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പരിപ്പ് കുത്തിക്കാച്ചിയതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കണം. ഓംലേറ്റ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓംലേറ്റ് കോഴിമുട്ട അപ്പം എന്നൊക്കെ ഞങ്ങൾ പറയട്ടാ. അപ്പൊ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം, കൊണ്ടോട്ടമുളക് വറക്കും ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഗംഭീരാവും. അപ്പൊ ഞാൻ ദേ കൊണ്ടോട്ടമുളക് വറുത്തിട്ടുണ്ട്, പരിപ്പ് കുത്തിക്കാച്ചിയതും കൊണ്ടോട്ടമുളകും ഓംലേറ്റും നിങ്ങൾ കണ്ടു. ഇനി നമുക്കേ ഒരു ചമ്മന്തി കൂടി ആയിക്കഴിഞ്ഞാൽ കുശാലായിട്ടാ, അടിപൊളിയാവും. അപ്പൊ നമുക്കൊരു ചമ്മന്തി അരക്കാട്ടാ. ദേ ഉള്ളി, അതേപോലെ തന്നെ മുളക്, ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയില്ലേ, ചെറിയ 2-3 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർക്കട്ടെ. എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കോൽപ്പുളി, ഇത് വെച്ചിട്ട് നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം. ഓക്കെ, ചമ്മന്തി അരയ്ക്കുന്ന മിക്സിയിലൊന്നുമല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞി അമ്മിയിലാണ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കാം. നമുക്ക് മുളക് ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതേ മുളകൊന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞു വന്നപ്പോ വരുമ്പോ നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടാ. അല്ല, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അയ്യോ, ഇതിപ്പോ തന്നെ പുറത്തേക്ക് തെറിച്ചാണ്. ഞാൻ മൊബൈല് കൈ പിടിച്ചിട്ട് ചെയ്യുന്നോണ്ടാട്ടാ, ഒരൊറ്റയാൾ പോരാട്ടല്ലേ. അപ്പൊ ക്ഷമിച്ച് കളാൻ നോക്കി, ഇവിടെ ഒക്കെ വൃത്തിയാടായി. കുഴപ്പമില്ല, വെച്ചിട്ട് കാണിക്കാം. അല്ലെങ്കിൽ മൊബൈലും ഇത് അരക്കലും കൂടിയിട്ട് ഒത്തുപോവില്ല. ഓക്കെ, നോക്കി. അപ്പൊ നമ്മുടെ കണ്ടോ, അധികം അരയാൻ പാടില്ല കേട്ടാ, ഒന്ന് ഇതാവാൻ പാടുള്ളൂ കേട്ടാ, ഒന്ന് ഉടയാനേ പാടുള്ളൂ കേട്ടാ. നോക്കി, ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ.